അത് നമുക്ക് ജനങ്ങൾക്ക് കണ്ട മനസ്സിലാവുന്ന നമ്മൾ ഓരോരുത്തരെയും സ്ഥാനാർത്ഥി നിർണയങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതൊന്നും ഇത്രയും രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും പറയണ്ട. സാമാന്യ ഇന്ന് 18 വയസ്സ് കഴിഞ്ഞ് വോട്ടവകാശം കിട്ടിയ ഒരാൾ നോക്കിയാൽ പോലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പച്ചയായ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നിട്ടുള്ള ഒരു സംശയമാണ്. കാരണം കഴിഞ്ഞ തവണയും അത്തരത്തിലൊരു നീക്കം വളരെ ശക്തമായി നടന്നു. ഞാനും ഷാഫി ആ കാര്യത്തിൽ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ തലേ ദിവസം കുപ്പായം ഇടിപ്പിച്ച് കാൻഡിഡേറ്റ് ആക്കുന്നതിൽ, അതും നിയമസഭയിലേക്ക്, വലിയ ദുരൂഹതയുണ്ട്. അതാണ് KC വേണുഗോപാലും BD സതീശനും പറഞ്ഞത്. കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ CPM-ഉം BJP-യും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗൂഢാലോചന വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന തെളിവ്. ഇല്ല, സിനിമയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കളെയും പലരും ഇങ്ങോട്ട് വിളിച്ച് വരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആരെയും വിളിച്ചില്ല. ഒന്ന്, മറ്റു പാർട്ടികളിൽ നിന്നുള്ള സൈബർ അറ്റാക്കുകൾ എനിക്ക് വേണ്ടി അവർ നേരിടണ്ടെന്നുള്ള എൻ്റെ സതുദ്ദേശം കൊണ്ടും, മറ്റൊന്ന് സിനിമാ താരമായ പിഷാരടി വിജയിച്ചുവെന്നോ സിനിമാ താരങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് വിജയിപ്പിച്ചുവെന്നോ എനിക്ക് കേൾക്കണ്ട. കോൺഗ്രസ് UDF പ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ പിഷാരടി ഇവിടെ നിന്നു വിജയിച്ചു എന്ന് കേട്ടാൽ മതി. അതുകൊണ്ട് ആരെയും തന്നെ ഞാനായിട്ട് വിളിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നാൽ എനിക്ക് അവരുടെ സ്നേഹമാണ്, ഞാൻ പറയില്ല. പക്ഷെ ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആരും വരണ്ട. ഞാൻ അത് തന്നെ ഷാഫിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.